നമ്മളുടെ ഈ ഫ്രീ ഗൂഗിൾ ആഡ്സ് കോഴ്സ് പ്ലേലിസ്റ്റിലെ ആദ്യത്തെ ട്രിക്ക് പിടിയാണത്. അതായത് നമ്മളുടെ ഗൂഗിൾ ആഡ്സിൽ സെർച്ച് ക്യാമ്പയിൻസ് അഞ്ചാനായിട്ട് 3 കിഡിലോസ്കി ട്രിക്സ് ഉണ്ട്. അതിന് കീവേഡ് ഇൻസേർഷൻ, ലൊക്കേഷൻ ഇൻസേർഷൻ, കൗണ്ട് ഡൗൺ ഇൻസേർഷൻ എന്ന് പറയും. അപ്പൊ അതെന്താണെന്ന് നമുക്കിന്ന് കാണാം. ദിസ് ഇസ് ഡാൻ, സ്റ്റേ ട്യൂൺ. ഇപ്പോൾ ഇത് നമ്മൾ സെർച്ച് ക്യാമ്പയിൻസിലെ 3 ട്രിക്സ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ സെർച്ച് ക്യാമ്പയിൻ സെറ്റാക്കാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ സെർച്ച് ക്യാമ്പയിൻ സെറ്റ് ആക്കണം, എങ്ങനെ കീവേഡ് പ്ലാനിങ് ചെയ്യണം, എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്ത് കിടിലൻ കീവേഡ്സ് എത്തിക്കണം. ഈ 3 വീഡിയോസ് കണ്ടിട്ട് മതി ഈ വീഡിയോ കാണാൻ. കാരണം ഇത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫ്രീ ഗൂഗിൾ ആഡ്സ് പ്ലേലിസ്റ്റ് ഉണ്ട്, ഒരു കോഴ്സാണ്, ഫ്രീ ഗൂഗിൾ ആഡ്സ് കോഴ്സാണ്. അതിലെ വീഡിയോസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് കാണാൻ പോകുന്നത് കീവേഡ് ഇൻസേർഷൻ ആണ്. അതായത് നിങ്ങളൊരു സെർച്ച് ക്യാമ്പയിൻ സെറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് കീവേഡ്സ് നിങ്ങൾ സെറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഈ കീവേഡ്സിലായിരിക്കണം ഗൂഗിളിൽ നിങ്ങൾ പരസ്യം കാണിക്കണ്ടേ എന്നാണ് ഗൂഗിളിനോട് പറയുന്നത്. പക്ഷേ സപ്പോസ് വി ഹാവ് എ ലോട്ട് ഓഫ് പ്രൊഡക്ട്സ്, നമ്മളിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ടീഷർട്ട് ബിസിനസ് വിചാരിക്കും. റെഡ് ടീഷർട്ട്, ബ്ലൂ ടീഷർട്ട്, ബ്ലാക്ക് ടീഷർട്ട്, ഗ്രീൻ ടീഷർട്ട്, അങ്ങനെ പല കളറിലായിരിക്കും ചില ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ സെർച്ച് നമുക്ക് ഒരു 10-20 ലൈൻസ് എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഫൈൻഡ് ദ ബെസ്റ്റ് ഗ്രീൻ ടീഷർട്ട് ഇൻ കൊച്ചി, ഫൈൻഡ് ദ ബെസ്റ്റ് ബ്ലാക്ക് ടീഷർട്ട് ഇൻ കൊച്ചി, അങ്ങനെ നമുക്ക് ഓരോ കളറിൽ എഴുതി 10-20 ആഡ്സ് ഉണ്ടാക്കേണ്ടി വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ആ ബുദ്ധിമുട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ കളേർഡ് ടീഷർട്ട്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വിചാരിക്കുക. അപ്പോൾ ബേസിക്കലി കളേർഡ് ടീഷർട്ട്സ് ആണ് നമ്മൾ വിൽക്കുന്നത്, ഡിഫറെന്റ് കളേഴ്സ് ടീഷർട്ട്സ് ആണ് വിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമ്പയിൻ്റെ അകത്ത് പോയിട്ട് ഒരു ആഡ് ഗ്രൂപ്പ് സെറ്റ് വെച്ചിട്ടുണ്ട്. ആഡ് ഗ്രൂപ്പിൽ സെറ്റ് ചെയ്തിട്ട് നേരെ എന്താണ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ്സ്. ടീഷർട്ട്സ്, ബ്ലാക്ക് ടീഷർട്ട്, ഗ്രീൻ റെഡ് ടീഷർട്ട്. ഒരു എക്സാമ്പിൾ ഇത്ര ഉണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻസിൽ പോയിട്ട് നമ്മുടെ ആഡ്സിൽ കുറച്ച് പണി ചെയ്യാൻ പോകുന്നു. അതായത് ഇവിടെ വന്നിട്ട് നമ്മൾ ആഡ്സിന്റെ അവിടെ ഒരു എഡിറ്റ് ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ആഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ്ലൈൻസ് കൊടുക്കണമല്ലോ. അപ്പൊ ഈ ഹെഡ്ലൈൻസ് കൊടുക്കുന്നതിലെ ഒരു ടെക്നിക്കാണ്. അപ്പൊ പൊതുവെ ആൾക്കാർ ഇങ്ങനത്തെ ഹെഡ്ലൈൻസ് കൊടുക്കും. ഗ്രീൻ ടീഷർട്ട്സ് ഇൻ കൊച്ചി അല്ലേ, അല്ലെങ്കിൽ ബെസ്റ്റ് ഗ്രീൻ ടീഷർട്ട്സ് ഇൻ കൊച്ചി, അങ്ങനെയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ബെസ്റ്റ് ടീഷർട്ട്സ് ഇൻ കൊച്ചി എന്ന് കൊടുക്കാം. പക്ഷേ ഓരോ പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ ടീഷർട്ട്, റെഡ് ടീഷർട്ട്, പിങ്ക് ടീഷർട്ട്, പല കളർ ടീഷർട്ട്സ് ഉണ്ടല്ലോ. ഇതെല്ലാം ഇവിടെ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കുറേ ആഡ്സ്, കുറേ ഹെഡ്ലൈൻസും കുറേ ആഡ്സ് വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടെക്നിക്ക്. അതായത് ബെസ്റ്റ് ഗ്രീൻ ടീഷർട്ടിന് പകരം നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യും. അതായത് ലെഫ്റ്റ് കേർലി ബ്രേസസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്താണ്, ഇവിടെ ഒരു കീവേഡ് ഇൻസേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം കയറി വരും. അല്ലെ, എഴുതിക്കുന്നുണ്ട് ഇൻസേർട്ട് ദ കീവേഡ് ദാറ്റ് ട്രിഗേഴ്സ് യുവർ ആഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു ഡിഫോൾട്ട് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ടീഷർട്ട് എന്നായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ബെസ്റ്റ് ടീഷർട്ട്സ് ഇൻ കൊച്ചി എന്നായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പൊ ഇത് കണ്ടോ, അപ്പൊ ബെസ്റ്റ് കീവേഡ് ടീഷർട്ട്സ് ഇൻ കൊച്ചി എന്നാണ് വരുന്നത്. അപ്പൊ ഇത് ആക്ച്വലി എന്ത് സംഭവിക്കണം വെച്ചാൽ, നമ്മളിപ്പോ കുറച്ച് കീവേഡ്സ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഏത് കീവേഡാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഒരു സെർച്ച് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർ ബ്ലാക്ക് ടീഷർട്ടിന് സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കൊടുത്തിരിക്കുന്ന കീവേഡ്സ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ആ കീവേഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൈനാമിക് ആയിട്ട് പരസ്യത്തിൽ കയറി വരും. എക്സാമ്പിൾ നോക്ക്, കണ്ട, ബെസ്റ്റ് ഗ്രീൻ ടീഷർട്ട് ഇൻ കൊച്ചി. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ടീഷർട്ട്സ് ഇൻ കൊച്ചി അതെന്റെ ഡിഫോൾട്ട് ആണ്. ഒന്നുകൂടി മാറ്റി കഴിഞ്ഞാൽ ഗ്രീൻ ടീഷർട്ടിനായി ചിലപ്പോൾ ബ്ലാക്ക് എന്ന് കയറി വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ബെസ്റ്റ് ബ്ലാക്ക് ടീഷർട്ട് ഇൻ കൊച്ചി. ഇത് പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആൾക്കാര് ബ്ലാക്ക് ടീഷർട്ട് സെർച്ച് ചെയ്ത നമ്മളുടെ ഗൂഗിൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഡാന്റെ പരസ്യത്തിൽ അവര് ബ്ലാക്ക് ടീഷർട്ട് എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്. അപ്പോൾ ഉടനെ ഇമ്മീഡിയറ്റ്ലി ആ സെക്കൻഡിൽ എന്ത് ചെയ്യും, നമ്മൾ ഹെഡ്ലൈനിൽ ബ്ലാക്ക് ടീഷർട്ട് എന്ന ഒരു കീവേഡ് അവർ ഇൻസേർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ഈ കീവേഡ് കൊടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ടീഷർട്ട്, ഗ്രീൻ ടീഷർട്ട്, റെഡ് ടീഷർട്ട്, പിങ്ക് ടീഷർട്ട്, അങ്ങനെ എല്ലാ കീവേഡും നിങ്ങൾ കൊടുത്തിരിക്കണം. ഇത് ഞാൻ ചുമ്മാ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം പോളോ ടീഷർട്ട്സ്, ലീ കൂപ്പർ ടീഷർട്ട്സ്, അങ്ങനെ എന്തൊക്കെ ബ്രാൻഡ് ഉണ്ട് അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കീവേഡ്സ് ആയിട്ട് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ വന്ന് ബാംഗ്ലൂർ ടീഷർട്ടിന് സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഹെഡ്ലൈനിൽ എന്ത് ചെയ്യും, ബെസ്റ്റ് ബാംഗ്ലൂർ ടീഷർട്ട്സ് ഇൻ കൊച്ചി എന്ന് എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു കിഡിലോസ്കി സെർച്ച് ട്രിക്കാണ് ഇത്. അടുത്ത കാണാൻ പോകുന്നതാണ് കൗണ്ട് ഡൗൺ ഇൻസേർഷൻ. അത് നിങ്ങൾ ചില പരസ്യം കാണാം, ഫോർ ആമസോണിന്റെ പരസ്യങ്ങൾ കാണാറില്ലേ, അതായത് ബിഗ് സെയിൽ സ്റ്റാർട്ട്സ് ഇൻ 3 days, ബിഗ് സെയിൽ സ്റ്റാർട്ട്സ് ഇൻ 2 days. അത് ഓരോ ദിവസം എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൗണ്ട് ഡൗൺ മാറണം.
അതായത് നിങ്ങളുടെ സെർച്ച് ആഡ് തന്നെ ഇപ്പൊ നിങ്ങൾക്കൊരു മെഗാ ഓഫർ ദിവസം ഓണം വരാണ്. ഓക്കെ, അപ്പൊ ഓണം വരാൻ ഇനി 5 ദിവസം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ സെർച്ച് ആഡ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓരോ ദിവസം എന്താണ് മെഗാ ഓഫർ ഡേയ്സ് അല്ല, മെഗാ ഓഫർ ഇൻ 5 days. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളൊരു ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഓണത്തിന് ഡേറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് അപ്പൊ ഓരോ ദിവസം അതിലേക്ക് അടുക്കും തോറും എങ്ങനെ വരും? മെഗാ ഓഫർ ഇൻ 5 days, മെഗാ ഓഫർ ഇൻ 4 days, മെഗാ ഓഫർ ഇൻ 3 days. അങ്ങനെ കൗണ്ട് ഡൗൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ആ സെർച്ച് ആഡ്സിലെ കണ്ടന്റ് ഇല്ലേ ഓട്ടോമാറ്റിക്കലി അവർ മാറും. മനസ്സിലായില്ലേ? അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഇവിടെ ബെസ്റ്റ് ടീഷർട്സ് ഇൻ കൊച്ചിന് പകരം നമുക്ക് എഴുതാം മെഗാ ഓഫർ ഇൻ 5 days, അല്ലെങ്കിൽ വേണ്ട ഓണം സെയിൽ. മനസ്സിലായില്ലേ? ഓണം സെയിൽ. ഓക്കെ, ഇൻ എത്ര ഡേയ്സ്? ഇൻ 5 days. ഇങ്ങനെ എൻ്റർ ചെയ്തതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കൗണ്ട് ഡൗൺ ഇൻസേർഷൻ കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇത് കൊടുത്താൽ ഞാൻ സംഭവിക്കും, ഇന്ന് 5 days എന്ന് ഇങ്ങനെ പരസ്യം കാണിക്കും, നാളെ 4 days എന്ന് പരസ്യം കാണിക്കണമല്ലോ. നിങ്ങൾ ഇവിടെ ഒന്ന് എന്താണ് എപ്പോഴും മാറ്റി കൊടുക്കുമോ? 4 days, പിന്നെ ഒരു ദിവസം 3 days, അങ്ങനെ 2 days അങ്ങനെ മാറ്റി കൊടുക്കുമോ? അതിന് പകരം ആണ് നമ്മൾ ഈ കൗണ്ട് ഡൗൺ ഇൻസേർഷൻ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ വന്നിട്ട് കേളി ബ്രേസസ് അടിക്കാം, എന്നിട്ട് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് എ ടൈമർ ദാറ്റ് കൗണ്ട്സ് ഡൗൺ ടു ആൻ ഈവന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡേറ്റ് ഇന്ന് August 5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ഡൗൺ എൻഡ്സ് എന്നാണ്? സപ്പോസ് August 10 ആണ്, അല്ലെങ്കിൽ പോട്ടെ August 11 ആണ് ഓണം എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ August 11 വരെ കൗണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴാണ് ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 5 ദിവസം മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 5 തീയതി നമുക്ക് August 10 കൊടുക്കാം, അല്ലെങ്കിൽ ഓക്കെ. അപ്പൊ 5 ദിവസം മുന്നേ തൊട്ട് ഈ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതാണ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ടൈം സോൺ എന്താ കൊടുക്കുന്നത്? അതായത് ഈ എന്താണ് നമ്മുടെ അക്കൗണ്ടിന്റെ ടൈം സോൺ ആണോ അത് ഈ വ്യൂ ചെയ്യുന്നത്? അപ്പൊ അമേരിക്കയിലായിരിക്കും നിങ്ങൾ പരസ്യം ചെയ്യുന്നത്, വലിയ ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾ അമേരിക്കയുടെ ടൈം സോൺ ആണോ? അപ്പൊ അത് എന്താണ് ആ ആളുടെ വ്യൂവേഴ്സ്, അപ്പൊ ആ ആളുടെ വ്യൂവേഴ്സിന്റെ ടൈം സോൺ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഏതും കൊടുക്കാം. ഇപ്പൊ പൊതുവെ ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും പരസ്യം ചെയ്യണം. അപ്പൊ നമുക്ക് അക്കൗണ്ട് ടൈം സോൺ അല്ലെങ്കിൽ ആബിയസ് ടൈം സോൺ കൊടുക്കും. ഓക്കെ, വേറെ ആൾക്കാർ ഇത് കൊടുക്കാം. അപ്ലൈ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഫോർമുല പോലത്തെ ഒരു സംഭവം വന്നു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പിൻ ചെയ്യാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടു ഇതൊക്കെ ഓണം സെയിൽ ഇൻ 5 days എന്ന് ഓട്ടോമാറ്റിക് വരികയാണ്. ഞാൻ ഇവിടെ എവിടെയും 5 എന്ന് പറഞ്ഞ വാക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി വരികയാണ്. വേറെ പ്രിവ്യൂ കാണിച്ച് നോക്കാം. ഓക്കെ, അത് മാറുന്നില്ല, പക്ഷെ ഇതാണ് ആ ടെക്നിക്ക്. ഓക്കെ, 5 days ആവുമ്പോൾ അല്ലെങ്കിൽ അത് 3rd day ആവുമ്പോൾ അതെന്ത് ചെയ്യും? അത് മാറും. ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ നോക്കാം. ഓക്കെ, പ്രിവ്യൂവിൽ അത് വരുന്നില്ല, 5 days സ്റ്റക്കാണ്. പക്ഷെ സത്യം പറഞ്ഞ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കൃത്യം നിങ്ങളുടെ ആ ഡേറ്റിലേക്ക് അടുക്കും തോറും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? കൗണ്ട് ഡൗൺ വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കിടിലൻ സംഭവം, ഒരു കിടിലൻ സെർച്ച് ഹാക്കാണ് അല്ലേ? എന്തൊരു സുഖമാണ് ഈ പരിപാടി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിൽ നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന സെർച്ച് ആഡ് ട്രിക്ക് 3. ഇതൊരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർച്ച് ആഡ് ട്രിക്ക് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു ഓൺലൈൻ ടീഷർട്ട് ബിസിനസ് ആണ് നിങ്ങളുടെ ബിസിനസ്. ചിലപ്പോൾ ഒരു ഓൺലൈൻ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പാൻ ഇന്ത്യ ഫുൾ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് സെർച്ച് ആഡ് കൊടുക്കുമ്പോൾ ടീഷർട്ട്സ് ഇൻ കേരള, ടീഷർട്ട്സ് ഇൻ തമിഴ്നാടു, ബെസ്റ്റ് ടീഷർട്ട്സ് ഇൻ കൊച്ചി, ബെസ്റ്റ് ടീഷർട്ട്സ് ഇൻ അങ്ങനെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റി വെച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആഡ്സ് കൂടുതലും പേഴ്സണലൈസ് ആക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹെഡ്ലൈൻസിൽ അവരുടെ ലൊക്കേഷൻ, അവർ സെർച്ച് ചെയ്യുന്ന ലൊക്കേഷൻ കൂടി ഇൻസേർട്ട് ചെയ്യണം. പക്ഷെ എപ്പോ നോക്കിയാലും അങ്ങനെ എന്താ പറയാ, എല്ലാ ലൊക്കേഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഹെഡ്ലൈൻസ് ആയിട്ടും ആഡ്സ് ആയിട്ടും അങ്ങനെ എൻ്റർ ചെയ്യാൻ നിന്നാൽ നിങ്ങളൊരു ലക്ഷക്കണക്കിന് എന്ത് ചെയ്യേണ്ടി വരും? ആഡ്സും ഹെഡ്ലൈൻസും എഴുതേണ്ടി വരും. അപ്പൊ ആ വർക്ക് ലോഡ് നിങ്ങളുടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ലൊക്കേഷൻ ഇൻസർഷൻ എന്ന് പറയുന്ന ഒരു സെർച്ച് ആഡ് ട്രിക്ക് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് ക്യാമ്പയിനിൽ പോയി നോക്കാം. അപ്പൊ എങ്ങനെയാണ് ലൊക്കേഷൻ ഇൻസർഷൻ വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ബെസ്റ്റ് ടീഷർട്ട് ഇൻ കൊച്ചി, ബെസ്റ്റ് ടീഷർട്ട് ഇൻ കൊച്ചി എന്ന് അടിച്ചു. ഓക്കെ, പക്ഷെ എപ്പോൾ എല്ലാ സ്റ്റേറ്റും എല്ലാ സിറ്റിയും അടിച്ചുകൊണ്ടിരിക്കാനുള്ള സമയവും അവകാശവും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൊക്കേഷൻ ഇൻസർഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളിവിടെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കേളി ബ്രേസസ് കൊടുക്കുന്നു, എന്നിട്ട് ലൊക്കേഷൻ ഇൻസർഷൻ അവിടെ പോയിട്ട് ലൊക്കേഷൻ ഇൻസർഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് സിറ്റി ആ സ്റ്റേറ്റ് ആവാം, കൺട്രി ആവാം.
മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് വൈസ് ആണ് നിങ്ങൾ ആൾക്കാരെ സെർച്ച് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കൊടുക്കുക. കൺട്രി വൈസ് ആണ് സെർച്ച് ചെയ്യണം തോന്നുന്നെങ്കിൽ കൺട്രി കൊടുക്കുക. ഞാൻ സിറ്റി കൊടുക്കുന്നു. ഡിഫോൾട്ട് ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റി കൊടുക്കുക. ഇപ്പൊ ആലുവ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ ഉണ്ടോ? ബെസ്റ്റ് ടീഷർട്സ് ഇൻ ചേർത്തല സൗത്ത്. ഇപ്പൊ ഒരുപക്ഷെ അങ്ങനെ ചേർത്തല എന്നാണ് ഒരാൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കയറി വരും. ഇപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു എന്താണ്, നങ്ങിയാർ കുലങ്ങര മനസ്സിലായി. അപ്പൊ ആരെങ്കിലും അത് സെർച്ച് ചെയ്താൽ ബെസ്റ്റ് ടീഷർട്സിന് അത് വരും. ഓക്കെ, അങ്ങനെ വേറെ എന്തെങ്കിലും ചേർത്തല സൗത്ത്. ഓക്കെ, വേറെ ഒന്നും ഇപ്പൊ പ്രിവ്യൂ ആയിട്ട് കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഏത് സിറ്റി ആൾക്കാർ സെർച്ച് ചെയ്താല്, ടീഷർട്സിന് ഇന്ന സിറ്റി ഇന്ന് സെർച്ച് ചെയ്താല് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെർച്ച് ആഡിന്റെ ഹെഡിൽ അനുസരിച്ച് മാറും. ഇത് മാജിക് അല്ലേ, മാജിക്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഒരുപാട് സുഖമായി. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ആദ്യം നമ്മൾ കീവേഡ് ഇൻസേർഷൻ കണ്ടു. നമുക്ക് എല്ലാ കീവേഡ്സും നമുക്ക് ഇരുന്ന് കീവേഡ്സ് ഉള്ള ആഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കീവേഡ് ഇൻസേർഷൻ കൊടുക്കും. അപ്പൊ എന്താണ്, ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കീവേഡായിട്ട് മാച്ച് ചെയ്യണമെന്ന് ഗൂഗിൾ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കീവേഡ്, ആ സെർച്ച് ടേം തന്നെ എന്ത് ചെയ്യും, ഒരു ഹെഡ്ലൈൻ ആയിട്ട് കാണിക്കും. അപ്പൊ അത് ഒന്ന്. രണ്ടാമത് നമ്മൾ കണ്ടത് എന്താണ്, കൗണ്ട് ഡൗൺ ഇൻസർഷൻ. നിങ്ങൾക്കൊരു കിഡിലും ഓഫർ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൗണ്ട് ഡൗൺ കൊടുക്കണം. മെഗാ ഓഫർ ഇൻ 5 days, കിഡിലും ഓഫർ ഇൻ 2 days, 3 days, 4 days. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഹെഡ്ലൈനിൽ കൗണ്ട് ഡൗൺ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൗണ്ട് ഡൗൺ ഇൻസർഷൻ ഉപയോഗിക്കുക. അടുത്തത് ആൻഡ് ഫൈനൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ആ സംഭവം എന്താണ്, ലൊക്കേഷൻ ഇൻസേർഷൻ. ഏത് ലൊക്കേഷൻ ആയിക്കോട്ടെ നിങ്ങൾ ആൾക്കാരെ സെർച്ച് ചെയ്യുന്നത്, ആ ലൊക്കേഷനിൽ നിങ്ങൾ ഉണ്ട് അവിടെ. അതാണ് ഹെഡ്ലൈനിന്റെ പ്രത്യേകത. ഒരാൾ ബെസ്റ്റ് ടീഷർട്സ് ഓൺലൈൻ ഏജൻസി ഇൻ കൊച്ചി സെർച്ച് ചെയ്യുവാണെങ്കിൽ അത് അങ്ങനെ കയറി വരും, ഓൺലൈൻ ഏജൻസി ഇൻ കൊച്ചി എന്ന് വരും. ഇനി ഓൺലൈൻ ഏജൻസി ഇൻ ബാംഗ്ലൂരിന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ സിറ്റി ഓപ്ഷൻ കൊടുത്താൽ ബാംഗ്ലൂരിന് അവിടെ കയറി വരും നിങ്ങളുടെ ഹെഡ്ലൈനിൽ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന 3 സീക്രട്ട് സെർച്ച് ആഡ് ഹാക്സ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഫ്രീ ഗൂഗിൾ ആഡ്സ് കോഴ്സ് പ്ലേലിസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട സീക്രട്ട് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് വേണം ഈ വീഡിയോ ആക്ച്വലി കാണാനായിട്ട്. ഇതിപ്പോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ എന്താ പറയാ, ഗൂഗിൾ ആഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഐഡിയ, ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി? അതുകൊണ്ട് വീണ്ടും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാവരും കാണുക, ഒരു ഗൂഗിൾ ആഡ്സ് എക്സ്പേർട്ട് ആവാം. ഓക്കെ, ദിസ് ഇസ് ഡാൻ സൈനിങ് ഓഫ്.